ശബ്ദാനുകരണ കലയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒരു ഗംഭീര പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അനീഷ് കരുനാഗപ്പള്ളി. അനീഷ്, കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്? ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ് അനുകരിക്കാൻ, താരങ്ങളെയാണ് അനുകരിക്കാൻ പോകുന്നത്. ആരെയൊക്കെയാ? ഞാൻ ആദ്യമായിട്ട് ഹരിശ്രീ അശോകൻ ചേട്ടന്റെ വോയിസ് ചെയ്യാണ്. അടുത്ത വിജയരാഘവൻ ചേട്ടന്റെ വോയിസ് ചെയ്യാം. കള്ളം പറയുന്നോടാ പറഞ്ഞ കഴിവറ പോലെ ഒരു കാലത്ത് ഒരു ഒഴുക്കായിരുന്നു സ്പിരിറ്റിന്റെ പിടിച്ചപ്പെല്ലാം വലിയ പുള്ളികളാ. ഒന്ന് രമ്മലയുടെ മകൻ, ഒന്ന് മന്ത്രിയുടെ സ്വന്തക്കാരൻ. സ്വജാതിയല്ലേ വിട്ടേക്കുന്നത്, പോയി പണിതോടാ പുള്ളെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കാരണം കാണിക്കല്ല, ഇവന്റെ ഒക്കെ കാരണം കൂടി നോക്കി പൊട്ടിക്കുക വേണ്ട. പന്ന കഴിവറ മക്കളെ അപ്പുകൂട്ടാ ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. നളേശാ കൊല്ലണ്ട. അടിപൊളി. ഇനി അടുത്ത SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോയിസ് ചെയ്യാം. ഞങ്ങളുടെ സമുദായം ഞങ്ങൾ SNDPക്കാരുടെ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളത്. ഇതിനകത്ത് മറ്റ് ജാതിക്കാരും കയറുമെന്ന് പറയണ്ട. ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. അവല്ലാതെ നല്ലത് മാത്രം പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അയ്യോ, അങ്ങനെ നിർത്തല്ലേ. നന്ദി നമസ്കാരം പറയുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ? നമുക്ക് കുറച്ചുകൂടെ കേൾക്കാനില്ലേ? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആണോ? ഇനി അടുത്തത് എന്താണ്? അടുത്ത തമിഴ് വടിവേലു സാറിന്റെ വോയിസ്. തമിഴിലേക്ക് പോയി. ഓക്കെ. ഗംഭീരായി. അപ്പൊ ഇനി എങ്ങടാ തമിഴ് വിട്ട് തെലുങ്കിൽ പോണ്ടോ? ഇല്ല, തിരിച്ച് മലയാളത്തിലേക്ക്. അടുത്ത സുരേഷ് കൃഷ്ണ. ഓക്കെ, നമ്മുടെ വില്ലനായ ആദ്യമായിട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വെച്ചാണ്, കോമഡി മസാലയുടെ ഫ്ലോറിൽ വെച്ചിട്ടാണ് അനീഷ് കരുനാഗപ്പള്ളി ആദ്യമായിട്ട് സുരേഷ് കൃഷ്ണയുടെ ശബ്ദം അനുകരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. എന്റെ ജോലി പഠിപ്പിക്കല. അതാകുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ടിയോ മുട്ടോ എന്നൊക്കെ ഇരിക്കും. അതിന്റെ പേര് പള്ളിക്കൂടം പോലും കാണാത്തവൻ മാപ്പു കോപ്പെന്നൊക്കെ പറഞ്ഞു വന്നാൽ രമേശന്റെ പൊട്ടി പറയും മാപ്പ്. കൊള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അല്ലെ? പുതിയൊരു ആർട്ടിസ്റ്റിനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്ത് കേൾക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഇതിപ്പോ ടെലികാസ്റ്റ് വന്നു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അനീഷിന്. മുകേഷ് ഏട്ടന്റെ വോയിസ് ചെയ്യാം. യെസ്, മുകേഷ് ഏട്ടൻ. നിനക്കറിയൂ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലേ പുല്ല്. ചളവാക്കല്ലേ. കൊച്ചൊരു പൂച്ചക്കുട്ടി അവിടുത്തെയാണോ? അവിടുത്തെ അല്ലേ, ചളവാക്കി എന്നാ തോന്നുന്നേ. പക്ഷെ ഒട്ടും ചളവാക്കിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ചെയ്തു അനീഷ്. അപ്പൊ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ ഈ ഫ്ലോറിൽ ലൈവിൽ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനീഷ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരിക. തീർച്ചയായിട്ടും. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടിയെ യോഗ പഠിപ്പിക്കാനായിട്ട് വന്നതാണ്. എന്നെയോ? അതെ, അതായത് ഇന്ന് മുതൽ കുട്ടി എന്റെ ശിഷ്യയാണ്. എനിക്കിതിലും വലിയ ശിക്ഷ ഒന്നും കിട്ടാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ആശാൻ ദൈവത്തെ കണ്ട ആളാണ്. ഈ യോഗ പഠിച്ച ദൈവത്തെ കാണാനൊക്കെ യോഗ പഠിച്ച ദൈവത്തെ കാണാൻ പറ്റില്ല. 2 ദിവസം പട്ടിണി കിടന്നാൽ ഫ്രീ ടിക്കറ്റ് ആയിട്ട് പോയി ദൈവത്തെ കാണാം. ഈ 2 ആഴ്ച പട്ടിണി കിടന്ന ദൈവത്തെ കാണാൻ പറ്റും. 2 ആഴ്ച പട്ടിണി കിടന്ന ദൈവത്തെ കാണുക മാത്രമല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് അങ്ങ് പോകാം. പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ 2 ദിവസം പട്ടിണി കിടന്നാൽ മതി, ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അല്ല മാഷ, ഞാൻ കുറച്ച് കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചില്ല പലരോടും. ഈ യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ വായു അകത്തേക്ക് പിടിക്കുക, ഒരു പ്രത്യേക തരത്തിൽ പുറത്തേക്ക് വിടുക. അതാണ് യോഗ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പരിപാടി? യോഗ അങ്ങനെ കുറ്റം പറയരുത്. യോഗ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയോ? നമ്മുടെ ദുശ്ശീലങ്ങൾ വരെ ഈ യോഗ കൊണ്ട് മാറും. അതെ,
അങ്ങനെ എന്തെങ്കിലും ദുശീലം മാറിയ ചരിത്രം ഉണ്ടോ? മാറ്റിയിട്ടുണ്ട്. അതെ. ഉദാഹരണം താ നിൽക്കുന്നു. ഞാൻ യവനെയല്ല, യവന്റെ അച്ഛൻ. യവന്റെ അച്ഛൻ മുഴു കുടിയനായിരുന്നു. മനസ്സിലായില്ലേ? യവന്റെ അച്ഛനെ ഞാൻ അവസാനം യോഗ പഠിപ്പിച്ചു. എന്നിട്ട് കുടി നിർത്തിയോ അദ്ദേഹം? കുടി അങ്ങോട്ട് നിർത്തിയതല്ല, അതിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റി. സ്റ്റൈൽ ഒന്ന് മാറി. ഇപ്പൊ അച്ഛൻ തല കീഴാണ് മദ്യം കുടിക്കുന്നത്. വെരി ഗുഡ്, അടിപൊളി. യോഗ പഠിച്ചിട്ട് കൂടിപ്പോയി. അതെ അതെ കൂടി. ഞാൻ ഒരു കാര്യം തുറന്നു പറയണമെന്നൊന്നും തോന്നരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മാഷേ ഇഷ്ടപ്പെട്ടില്ല, മാഷി പറയണ യോഗ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. കുട്ടി അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു യോഗ കുട്ടി ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യണം, ചെയ്യണം ചെയ്യണം ചെയ്തേ പറ്റൂ. ചെയ്യണം ചെയ്യണം നിസ്സാര കാര്യമാണ്. ചെയ്യണം. ഒന്ന് ചെയ്തോളൂ, ചെയ്തോളൂ. ഞാൻ ചെയ്യണം. ചെയ്യണം ചെയ്യണം. ശ്വാസം വലിച്ച് മുമ്പിൽ എനിക്ക് വല്ലതും പറ്റിയ നിങ്ങളാണ് ഉത്തരവാദിത്തം ഒരു പറയണത്. കുഴപ്പമില്ലെന്ന് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തോളൂ. ശ്വാസം അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. കണ്ണടയ്ക്കൂ, അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. ഇതൊരു ആസനമല്ല. നമ്മൾ വന്നോണം പോലെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ഇച്ചിരി നേരം അവിടെ നിന്ന് വലിക്കട്ടെ. ഇത്ര നേരം വാ നാക്കിൽ നിന്ന് കിടക്കുമല്ലോ. അപ്പൊ ആശാൻ പണി കൊടുത്താണ് പിന്നല്ലാതെ എന്ത് പണി? ആശാനെ കുട്ടി ചത്തോ, ശ്വാസം വിടാൻ പറ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ കേൾക്കും. പൂർവ്വസ്ഥിതിയിലേക്ക് വരൂ. എങ്ങനെയുണ്ട്? നല്ല സുഖം തോന്നുന്നുണ്ട്. അതാണ് ഇതിന്റെ സുഖം. ഓ വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഈ ഫ്ലോറിലേക്ക് വന്നാലേ അതെ. കുറച്ച് ചിക്കൻ സൂപ്പ് എടുക്കട്ടെ. വേണ്ട ആശാ സസ്യഭൂക്ക. പോട്ടെടാ പോട്ടെ. കുട്ടി അറിയാതെ പറഞ്ഞു പോട്ടെ. കുട്ടി അറിയാതെ കുട്ടിയെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തൊരു മണം കയ്യില്. അത് ഇന്നലെ കഴിച്ച പൊറോട്ടയും ചിക്കൻ്റെ അപ്പൊ നമുക്ക് യോഗ തുടങ്ങാം. നമുക്ക് യോഗ തുടങ്ങാം. യോഗ തുടങ്ങാം, യോഗ തുടങ്ങാം. എനിക്ക് ഇഷ്ടപ്പെട്ടു യോഗ. ശരി, യോഗ തുടങ്ങാം. യോഗ തുടങ്ങാം. പായിടും. അപ്പൊ പായിടാം. അല്ലെ ഇത് ഈ പായൊക്കെ വിരിക്കുന്നത് അഭയാർത്ഥിക്കാൻ പാടാം. അയ്യോ അതല്ല, 24 മണിക്കൂർ ഇവന്റെ കൂടെ പാകാണ്. ആണോ? അത് മറ്റൊന്നുമല്ല, ആ. ജോലിക്കും കൂലിക്കും പോകാൻ വീട്ടിൽ നിന്ന് പെണ്ണുമുള്ള പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാം. ഇങ്ങനെയാണെങ്കിൽ കിടക്കുന്ന പായ എടുത്തു പൊയ്ക്കോളാന്ന് പറഞ്ഞു. അന്ന് പോലെ ഈ പായ അവന്റെ കച്ചത്ത്. പിന്നെ നമുക്ക് യോഗയ്ക്ക് ഒരു പ്രയോജനമാണ്. നന്നായി നന്നായി. രണ്ടുപേരും കയറി നിൽക്കും. കയറി നിന്നാ മതിയോ? കയറി നിന്നാൽ കയറി മതി. നിൽക്കാം. ശരി. കാലടിപ്പിച്ച് ചേർത്ത് പിടിക്കും, കൈയടിച്ച് അടുപ്പിച്ച് വെക്കും. നീ അങ്ങോട്ട് എടുക്കാനല്ല, അപ്പൊ നിന്റെ എല്ലിലോട് ഈ കൈ ഒന്ന് ചേർക്കാൻ. ചേർത്ത് പിടിക്കും. ചാടി ഉയർത്തു, ഉയർത്തു, കുറച്ചുകൂടി ഉയർത്തട്ടെ, മലർക്കട്ടെ. കണ്ണടയ്ക്കൂ, കണ്ണടയ്ക്കാൻ. നീ എന്താടാ കണ്ണടയ്ക്കാത്ത? ഞാൻ കണ്ണടയ്ക്കാനാ. ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ ആശ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്റെ തലയിൽ വെക്കുമോ? ഒരു കാര്യം ഇരിക്കും. ഇരിക്കാം ഇരിക്കാം ഇരിക്കാം. ഇതിനാണ് അവനെ കൊണ്ടുവന്നത്. ഇരിക്കും, ഇരുന്നു ഇരിക്കും. ഇരുന്നു സ്വസ്ഥമായിട്ടിരുന്നു. ഇരുന്നു ഇരുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കൂ. ശ്വാസം മെല്ലെ അകത്തേക്ക് വലിക്കൂ, മെല്ലെ പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. ഹലോ, കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോഴേ ഉറക്കം തുടങ്ങിയോ? ഞാനല്ല ഉറങ്ങുന്നത്, നിങ്ങളുടെ ശിഷ്യനാ. അയ്യോ. എടാ വിസില് പിഴുങ്ങാൻ ഞാൻ പറഞ്ഞോ? എഴുന്നേക്ക്, രണ്ടുപേരും എഴുന്നേക്ക്. രണ്ടുപേരും എഴുന്നേക്ക്. എണീക്കാം. ഇങ്ങനെ ശരിയാവത്തില്ല. ശരിയാവത്തില്ല. ശരിയാവില്ല. എന്താ പിന്നെ ഒരു കാര്യം, ആശാൻ കിടന്നുറങ്ങ്. ഇവിടെ കിടന്നുറങ്ങാൻ നിന്റെ ഭാര്യ വേണോടാ ഇത്? എന്താ പിന്നെ ആശാൻ കിടന്നുറങ്ങ്. നിന്റെ ഭാര്യ വേണ്ടി ഞാൻ കിടന്നുറങ്ങാനോ? അപ്പൊ ഒറ്റ കീറിയാൻ തരും കേട്ടോ. പട്ടി. അയ്യേ, ഒരു യോഗാചാര്യനാണോ ഇത്തരം മ്ലേച്ഛമായ ഭാഷകൾ സംസാരിക്കുന്നത്? ഈ മുഖത്ത് നോക്കി പിന്നെ ഞാൻ മമ്മൂട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? കറക്റ്റാ. അപ്പൊ അതാ മാഷ് ചെയ്ത് കാണിക്കും. ഞാൻ ചെയ്യാനോ? ഞാൻ ചെയ്യാൻ പ്ലീസ് ചെയ്ത് കാണിക്കൂ. അതൊന്ന് ചെയ്ത് കാണിക്കണം. ചെയ്യാം, ഞാൻ ചെയ്യാം. ചെയ്യും. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ നമ്മുടെ യോഗാചാര്യൻ. കൈ ചേർത്ത്. മെല്ലെ 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 മെല്ലെ. അയ്യോ. എന്തുറ്റി? കയ്യെത്തുന്നിടന്ന് മനസ്സെത്തുന്നില്ല, മനസ്സെത്തുന്നിടന്ന് കയ്യെത്തുന്നില്ല. അങ്ങനെ പറ്റാൻ? അതെ, വല്ലപ്പോരിക്ക് ശരീരം ഒന്ന് ഇളകണം, നെയ്യൊക്കെ ഒന്ന് ഉരുകണം. ഞാൻ കണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കണ്ട. നിങ്ങൾക്ക് ഞാനൊരു യോഗ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ 1 എന്ന് പറയുമ്പോഴേക്കും മാഷ് മുകളിലേക്ക് ചാടണം. ഓക്കെ, ഞാൻ 2 എന്ന് പറയുമ്പോൾ താഴേക്ക് വരണം. താഴേക്ക് ചാടണം. പറ്റില്ല, അത് പറ്റില്ല. കുട്ടി 1 എന്ന് പറയുമ്പോൾ ഞാൻ മുകളിലേക്ക് ചാടും. കുട്ടി 2 എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത്രയും സമയം അന്തരീക്ഷത്തിൽ ഇരിക്കണ്ടേ? എനിക്ക് എത്രയോ പേരെ യോഗ പഠിപ്പിക്കാനുണ്ട്. ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് മതിയോ? അത് പോരാ. അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത്. ഫോൺ കോൾ. ഹലോ. അയ്യോ,
വട, വട, വട. എന്താ എന്താ, 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 പ്രശ്നം എന്താ, എന്താ പ്രശ്നം എന്താ? പായെടുത്തോ ആ. ഓക്കെ, ഒന്നുമല്ലെന്നേ, ഞാൻ അച്ഛനെ യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് ഓ വിളിച്ചത്. താങ്കളുടെ അച്ഛനെ ആ, അതെന്താന്ന് വെച്ചാല് അച്ഛനെ യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനോട് മുകളിലേക്ക് ശ്വാസം വലിക്കാൻ ഞാൻ പറഞ്ഞു. അച്ഛൻ മുകളിലേക്ക് ശ്വാസം വലിച്ചു, താഴേക്ക് വിടാൻ പറയുന്നതിന് തൊട്ടുമ്പാണ് ഫോൺ വന്നത്. ഞാൻ ഫോൺ വന്നത് ഇങ്ങ് പോന്നു. അച്ഛൻ എപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അയ്യോ വേദനിച്ചില്ലെന്നോ? എന്നാ പിന്നെ പെട്ടെന്ന് പോവാ. പെട്ടെന്ന് തന്നെ പോകണ്ട, മുറ്റത്ത് ഇരിക്കുന്ന മാവ് വെട്ടിയാൽ മതി. വാ.